ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് മാർക്ക് 2, അതായത് LCA-MK2 ഇനി പുതിയൊരു അധ്യായം എഴുതാൻ പോകുന്നു. അമേരിക്കൻ എൻജിൻ നിർമ്മാതാക്കളായ GE എയ്റോസ്പേസുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചതായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL ബുധനാഴ്ച പ്രഖ്യാപിച്ചു. ഇതിൻ്റെ കീഴിൽ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കുന്ന GEF 414 എഞ്ചിൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. ഈ എഞ്ചിനുകൾക്കൊപ്പം അമേരിക്കൻ കമ്പനി ഇന്ത്യക്ക് മതിയായ സാങ്കേതികവിദ്യ കൈമാറ്റവും നൽകും. MiG-21 വിരമിച്ചതിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നൂതന യുദ്ധവിമാനങ്ങളുടെ ആവശ്യകത അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. അതേസമയം ജെറ്റ് എഞ്ചിനുകളുടെ പരീക്ഷണത്തിനായി ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ഒരു ചുവടുവയ്പ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. LCA-MK1Aക്ക് ഏതൊക്കെ തരത്തിലുള്ള എഞ്ചിനുകൾ ലഭ്യമാകും? ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് HALഉം അമേരിക്കയുടെ GE എയ്റോസ്പേസും തമ്മിൽ ഈ കരാറിൽ എത്തിയിട്ടുണ്ട്. അമേരിക്കൻ കമ്പനിയുമായുള്ള മുൻ കരാർ അനുസരിച്ച് ഈ വർഷം ജൂലൈയിൽ ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്ന് രണ്ടാമത്തെ GE 404 എഞ്ചിൻ ലഭിച്ചു. HAL ഈ എഞ്ചിൻ തേജസ് LCA-MK1A യുദ്ധവിമാനങ്ങളിൽ സ്ഥാപിക്കും. 2026 മാർച്ചോടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് അത്തരം 12 GE 404 എഞ്ചിനുകൾ ലഭിക്കും. ഇന്ത്യൻ വ്യോമസേന ഇതിനകം 83 LCA Mark 1Aക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇത്തരത്തിലുള്ള 97 യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള നിർദ്ദേശവുമുണ്ട്. എഞ്ചിൻ ഡെലിവറി വൈകാൻ കാരണമെന്ത്? വളരെ കാലമായി ഇന്ത്യക്ക് ശക്തമായ എഞ്ചിനുകളുടെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ അമേരിക്കയോ ഈ കഴിവുള്ള യൂറോപ്യൻ രാജ്യങ്ങളോ ഈ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് നൽകിയില്ല. റഷ്യ എഞ്ചിനുകൾ നൽകി, പക്ഷേ സാങ്കേതികവിദ്യ നൽകിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് സ്വന്തമായി എഞ്ചിൻ നിർമ്മിക്കേണ്ടത് വളരെ പ്രധാനമായി. ഇപ്പോൾ കാവേരി 2 വരുന്നതോടെ എഞ്ചിനുകളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാകും. സൂപ്പർ എഞ്ചിൻ നിർമ്മിക്കുന്നതിനുള്ള DRDOയുടെ പദ്ധതി എന്താണ്? DRDOയുടെ അനുബന്ധ സ്ഥാപനമായ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ജെറ്റ് എഞ്ചിനുകളുടെ അന്തിമ പരീക്ഷണത്തിനായി ഒരു ഫെസിലിറ്റി നിർമ്മിച്ചു. ബാംഗ്ലൂരുവിലെ ഈ ഫെസിലിറ്റിയിൽ ശക്തമായ ഒരു എഞ്ചിൻ ഫെസിലിറ്റി നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ 2023 തന്നെ ആരംഭിച്ചു. 130 കിലോ ന്യൂട്ടൺ ശേഷിയുള്ള ഒരു ശക്തമായ എഞ്ചിൻ GTRE ഈ ഫെസിലിറ്റിയിൽ നിർമ്മിക്കും. 2025 ഒക്ടോബറോടെ ഈ എഞ്ചിൻ തയ്യാറാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ഏതു തരം എഞ്ചിനുകൾ നിർമ്മിക്കും? നിലവിൽ GTREക്ക് 2 പ്രധാന പദ്ധതികളുണ്ട്. ഒന്ന് ഡ്രൈ കാവേരി എഞ്ചിനാണ്. ഈ എഞ്ചിനുകൾ ആളില്ലാ യുദ്ധ ഡ്രോണുകൾക്കായി തയ്യാറാക്കും. രണ്ടാമതായി ഭാവിയിലെ 5ാം തലമുറ തദ്ദേശീയ യുദ്ധവിമാനങ്ങൾക്കായി, അതായത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് AMCA, അതിനായി തയ്യാറാക്കുന്ന മറ്റൊരു സൂപ്പർ എഞ്ചിന് നിർമ്മിക്കും. യുദ്ധവിമാനങ്ങളെ കൂടുതൽ ശക്തമാക്കുന്ന ഇരട്ട എഞ്ചിൻ സാങ്കേതികവിദ്യയിൽ ഇപ്പോൾ ഇന്ത്യ പ്രവർത്തിക്കുന്നു. 2026 മധ്യത്തോടെ എഞ്ചിൻ്റെ ആദ്യ പരീക്ഷണം നടക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിൽ ട്രൈ കാവേരി എന്നും അറിയപ്പെടുന്ന കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ വികസിപ്പിക്കും. യഥാർത്ഥ GTX 35 BS കാവേരിയുടെ നോൺ ആഫ്റ്റർ ബേണിംഗ് വേരിയൻ്റ് ആയിരിക്കും ഈ എഞ്ചിൻ. ഇന്ത്യയുടെ സ്റ്റെൽത്ത് ആളില്ല കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾ ഡ്രോണായ ഘാതക്കിനായി ഇത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ ഇതിൻ്റെ പരീക്ഷണം വിജയകരമായിരുന്നു. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് കാവേരി 2 ഉപയോഗിച്ച് പറക്കാൻ കഴിയുമോ? കാവേരി 2 ഒരു അടുത്ത തലമുറ ടർബോഫാൻ എഞ്ചിനാണ്. 5ാം തലമുറ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ പോലുള്ള ഭാവി യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ഇത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാവേരി 2 എഞ്ചിൻ കോർ 55നും 58നും ഇടയിൽ ത്രസ്റ്റ് സൃഷ്ടിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആഫ്റ്റർ ബേണർ ഉപയോഗിച്ച് ഇത് 90 kNൽ കൂടുതൽ കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാവേരി 2 US നിർമ്മിത F404 F414 എഞ്ചിനുകളേക്കാൾ മികച്ചതാണെന്ന് തെളിയിക്കും.